ഓണം ഒരു ദേശീയ ഉത്സവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു വർഗീയ ഉത്സവമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ അച്ഛൻ പറയുന്നത് കേട്ട് നോക്കി. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലേ, ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. ഇനി ഈ ഉസ്താദ് പറയുന്നത് കേട്ടുപോയി. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഇനി പറയുന്നത് കേട്ടെ. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. സാധാരണ ഇങ്ങനെ ഓരോ മതത്തിലെ പണ്ഡിതന്മാര് അല്ലെങ്കിൽ പുരോഹിതന്മാര് അല്ലെങ്കിൽ ഉസ്താദൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ഇറക്കുമ്പം അതിനെ എതിർത്തുകൊണ്ട് ആ മതത്തിലെ ആൾക്കാരൊന്നും പറയാറില്ല. സാധാരണ മറ്റുള്ള മതത്തിലെ ആൾക്കാരാണ് അത് പൊയ്ക്കൊണ്ടുവരുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്രാവശ്യം വേറെ ട്രെൻഡുണ്ട്. ഞാനിപ്പോൾ ആ തട്ടയിട്ടുകൊണ്ട് കാണിച്ചൊരു പെണ്ണില്ലേ, ആ പെണ്ണിനെ വലിച്ചു കീറിക്കൊണ്ട് കേരളത്തിലെ തന്നെ തട്ടയിട്ട മുസ്ലിം പെണ്ണുങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ട്. പല ആണുങ്ങളും പേടിച്ച് മാറി നിൽക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ തട്ടയിട്ട മുസ്ലിം സ്ത്രീകൾ മതമല്ല മനുഷ്യനാണ് വലുതെന്ന് കാണിച്ചു തന്നു. അത് അവരെ സമ്മതിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനെയൊക്കെ വർഗീയത പറയുന്നവരുടെ ഇടയ്ക്കും നല്ല കുറെ ആൾക്കാരുണ്ട്. ഈ ഉസ്താദിനെ ഒന്ന് കണ്ടു നോക്കി. ഒരു ഓണത്തിന് വേണ്ടി ആ അയൽ വീട്ട് അശോകന്റെ വീട് അല്ലെങ്കിൽ മറ്റു ഒരു ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവര് നമുക്ക് കൊടുത്തയച്ചു. എന്താ സ്വീകരിക്കണ്ടേ, കഴിക്കണ്ടേ? ചോറ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ചു, അവരും കഴിക്കും. എന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടെ കൊടുത്തയക്കലില്ലേ? എന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒന്നിരിക്കൽ പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തയക്കും. പെരുന്നാളാവുമ്പോൾ വാപ്പനെ അവരങ്ങോട്ട് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും. നോമ്പുറക്കലിന് ഒരു നോമ്പുറക്കൽ, ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പുറക്കൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. ക്രിസ്ത്യാനികളുണ്ട്, നമ്മളെ അയൽവാസികളാണ്, നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ. എന്താ ഈ പറഞ്ഞു കൂട്ടുന്നതൊക്കെ? എന്താണ് ഇപ്പൊ വിചാരിച്ച്? മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല. ഇതുപോലുള്ള വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ കൂടുതൽ വേണ്ടേ. കാരണം ഒരു മനുഷ്യനെ കാണുമ്പം മതമല്ല മനുഷ്യനെ കാണണമെന്ന് പഠിപ്പിക്കുന്നവര്. ഇനി ഈ വർഗീയത പറയുന്നവരോട് ഒരു കാര്യം, ഇത് സൗദി അറേബ്യയോ അല്ല, റോമും അല്ല, ഇത് കേരള. ഇവിടെ എങ്ങനെയാ, ഞങ്ങൾ എങ്ങനെയാ?